So good evening. Good evening all. Good evening all. Good evening all. Welcome to Mallu Trader. Okay, this live analysis only for education purpose. Okay, so നമ്മൾ ഗോൾഡ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അപ്കമിങ് വീക്കിൽ ഗോൾഡിലെ മൂവ്മെൻറ്റുകൾ, അതായത് കീ ലെവൽസുകൾ, അതാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേ ഇന്നലെ നമ്മളൊരു മൂവ്മെൻറ്റ് നമ്മൾ ഇന്നലെ പ്രഡിക്റ്റ് ചെയ്തിട്ടിരുന്നു, കണ്ടോ? അതായത് ഈ ലെവൽ വരെ എത്തുമെന്നാണ് ആക്ച്വലി, ബിക്കോസ് എനിക്ക് ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് കിട്ടി, കണ്ടോ? ആ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇട്ടത്. ആ സെറ്റപ്പ് പ്രകാരം TP1 നമുക്ക് അടിച്ചു കിട്ടി, അത് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. ഓക്കെ, ബട്ട് അതിനുശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോൾട്ടേഷന് ശേഷം ഒരു മാനിപ്പുലേറ്റഡ് മൂവിന് ശേഷം റിയൽ അക്യുമുലേഷൻ. നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തിട്ടത്, ഇന്നലെ ഞാൻ മാർക്ക് ചെയ്തിട്ടാണിത്, അതായത് 4196 താഴേക്ക് വരുമെന്നാണ് ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞത്. അതാണ് സംഭവിച്ചത്, ഈ ഹെവി ഫോൾ ഉണ്ടായത്. കാര്യം നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൾ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ഈസി പീസി ആയിട്ട് സെല്ല് ചെയ്താൽ മാത്രം മതി, ചേസ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. കാര്യം ഇവിടം വരെ മൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, സോ അതെന്തോ ആയിക്കോട്ടെ, കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള അനാലിസിസ് നോക്കാം. നമുക്ക് ഫ്രം മന്ത്ലി ചാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗോൾഡ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്, നമ്മുടെ ഡ്രോയിങ്സ് കുറച്ച് കളയാം, എനിവേ നോക്കാം. ഓക്കെ, സോ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടിലേക്ക് വരുമ്പോൾ ഗോൾഡ് ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്, കാണിക്കാം. ഓക്കെ, സോ ഈ മന്തിൻ്റെ തുടക്കത്തിൽ, അതായത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ട്യൂസ്ഡേയിൽ ജെറോം പോളിൻ്റെ സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ച് കഴിയുമ്പോഴത്തേക്ക് ഗോൾഡിൻ്റെ ഫ്യൂച്ചർ നിശ്ചയിക്കപ്പെടും, അവിടെ ചേഞ്ച് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ആ ട്യൂസ്ഡേയിൽ തന്നെയാണ് മാറ്റം ഉണ്ടായത്. നമ്മുടെ ലാസ്റ്റ് വീക്ക് അനാലിസിസിൽ നമ്മൾ പറഞ്ഞ സംഭവമാണ്. ഓക്കെ, എനിവേ ദിസ് വീക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോഴും ഗോൾഡ് ഇന്ന ബിയറിഷ് ക്യാൻഡിലാണ്. ഓക്കെ, സോ ഈ ബിയറിഷ് ക്യാൻഡിൽ ബേസ്ഡ് ഓൺ ബിയറിഷ് ക്യാൻഡിൽ, അതായത് മന്ത്ലി ഗോൾഡിൽ മന്ത്ലി ബേസ് ചെയ്തിട്ട് സ്വിംഗ് ട്രേഡിങ് ഒക്കെ ചെയ്യണം. അതായത് ലോങ് ടൈമിലേക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, സെൽ ട്രേഡ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, ദേ വെർ ഓപ്പൺ എനി സെൽ ട്രേഡ്, ദേ ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, കണ്ടിന്യൂ ഇൻ സെൽ ട്രേഡ്. ഓക്കെ, സോ അതർവൈസ് ഒരു ന്യൂ സെല്ല് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുകയില്ല, ബിക്കോസ് നെക്സ്റ്റ് വീക്കിൽ കുറേ ഫണ്ടമെൻ്റൽ മൂവ്മെൻറ്റ്സിനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ, സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഓവർസോൾഡ് കണ്ടീഷൻ ആയിരുന്നു. ആ ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്ന് ഉള്ള റിജക്ഷനാണ്. ഓക്കെ, ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ക്യാൻഡിൽ ഹാവ് നോ ലോവർ വിക്ക്. ഓക്കെ, അതായത് സെപ്റ്റംബറിൽ. ഓക്കെ,
ഗോൾഡിലെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ഓഗസ്റ്റ് മന്തിൽ ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് തന്നു. നമ്മളെപ്പോഴും പറയാറുള്ളതാണത്. ആ ബുള്ളിഷ് എവിഡൻസിന് ശേഷം അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, ഒക്ടോബർ മന്തിൽ ഒരു ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും നവംബറിൽ നമ്മൾ ഫസ്റ്റ് വീക്കിൽ തന്നെ പറഞ്ഞാണ് ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് മൂവ്മെൻറ്റ് വരുമെന്ന്. ഓക്കെ, സോ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് 4380, ആ ഒരു ലെവൽ. ഓക്കെ, സോ ഇപ്പം ഈ ഒരു ക്യാൻഡിലിന് അപ്പർ വിക്കും ഉണ്ട്, ലോവർ വിക്കും ഉണ്ട്. അപ്പർ വിക്കും ലോവർ വിക്കും ഫോം ചെയ്തിട്ടാണ് ഈ ക്യാൻഡിൽ, മന്ത്ലി ക്യാൻഡിൽ നിൽക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇനിയൊരു സെൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പർ വിക്ക് ലെവലിൽ നിന്ന് എഗെയിൻ വീണ്ടും ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടിൽ സെൽ എടുക്കാൻ പറ്റും. ഓക്കെ, സോ എനിവേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവർ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് 3932 ഈ ഒരു ലെവലിലേക്ക്. ഓക്കെ, സോ ഇനി നമുക്ക് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ടിലേക്ക് നോക്കാം. വീക്ക്ലി ചാർട്ടിൽ വരുമ്പോൾ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് ന്യൂ സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. വീക്ക്ലി ചാർട്ടിലെ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ വിത്ത് അപ്പർ വിക്ക് ആൻഡ് ലോവർ വിക്ക് അങ്ങനെയാണ് എൻഡ് ആയിരിക്കുന്നത്. there is a buying evidence. bullish evidence ഉണ്ട്. ഓക്കെ, bullish evidence ഉണ്ട്. so that means അതായത് ഡിസംബർ ഫസ്റ്റ് വീക്കിന് മുമ്പുള്ള നവംബറിലെ ലാസ്റ്റ് വീക്ക് എൻഡ് ആയത് വിത്ത് എ ബുള്ളിഷ് എവിഡൻസോട് കൂടിയാണ്. സോ അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, മൺഡേയിൽ, അതായത് കഴിഞ്ഞ വീക്കിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞു. മൺഡേയിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായി. അതിനുശേഷം ട്യൂസ്ഡേയിൽ പോൾ സ്പീച്ച് വന്നപ്പോഴാണ് വീണ്ടും എഗെയിൻ ഫോളോ ചെയ്തത്. ദാറ്റ് മീൻസ് ഈ ബുള്ളിഷ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തൊരു മൂവ്മെൻറ്റ് ഉണ്ടായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4228 ലെവലിലായിരുന്നു നവംബർ ലാസ്റ്റ് വീക്കിൽ എൻഡായത്. ഡിസംബർ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്തത് 4275 വരെ, 75 ലെവൽ വരെ, 71 ലെവൽ വരെ മൂവ് ചെയ്തു. സോ ദാറ്റ് മീൻസ് ഈ ഒരു ബുള്ളിഷ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് മുകളിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിൽ ആക്ട് ആസ് എ നോ സപ്ലൈ ക്യാൻഡിൽ. സോ ദാറ്റ് മീൻസ് ഇനിയും ഇത് അതേപോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബുള്ളിഷ് മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് വിൽ മൂവ് ടുവേഴ്സ് ഓൾ ടൈം ഹൈയിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ ടൈം ഹൈ, ഈ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ അതല്ല ഇനിയൊരു എം ഫോളിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, സോ എം ഫോളിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. ഓക്കെ, സോ ഇതാണ് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട്. ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ടിൽ ഇവിടെ ഒരു പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്, അതായത് അത് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. ഓക്കെ, അതായത് ഗോൾഡ് ഈ ഒരു ലെവലുണ്ടല്ലോ 3800 ലെവൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഹെവി ഒരു ക്രാഷ് ഉണ്ടായാൽ ഗോൾഡ്. അപ്പം വീക്ക്ലി അനാലിസിസിൽ നമുക്ക് തരാൻ പറ്റുന്നത് ഇതാണ്. അതിൽ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ സെൽ ഏരിയയിലേക്കാണ് മൂവ് ചെയ്യുന്നത്, സെല്ലേരിയയിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് തരാൻ പറ്റുന്ന അനാലിസിസ്. നമുക്കിനി 4 ഹവറിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ബേസ്ഡ് ഓൺ 4 ഹവറിലേക്ക് വരുമ്പോൾ 4 ഹവറിലെ ചാർട്ടൊന്ന് ഞാൻ വലുതാകട്ടെ. 4 ഹവർ വളരെ രസകരമായ മൂവ്മെൻ്റ് ആയിരുന്നു ഫ്രൈഡേയിൽ നടന്നത്. 4 ഹവറിൽ ഫ്രൈഡേയിൽ ഞാൻ
അതായത് NY സെക്ഷനിൽ ഞാൻ ഈ പാറ്റേൺ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നോക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സോ ഫ്രൈഡേയിലെ മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഇങ്ങനെ ഒരു W അപ്പ് ഉണ്ടായി 4 hourൽ, കണ്ടല്ലോ, ക്ലിയർ W അപ്പ് ആയിരുന്നു. കണ്ടോ? സോ ഈ W അപ്പിന് ശേഷം പിന്നീട് ഒരു ഫോളോ വന്നു. ആ ഫോളോ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാഫ് അവറിൽ അവിടെ സെല്ലിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ മോർണിംഗ് സെഷനിൽ ലൈവിൽ മാർക്ക് ചെയ്തിട്ടത് ഈ ഒരു ലെവലിലേക്ക്. സോ ദർ ഈസ് നോ ന്യൂ സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ 4 hourൽ ബുള്ളിഷ് എവിഡൻസുകളും ഒന്നും തന്നെ ഇല്ല. ഇതാണ് കണ്ടീഷൻ ഉള്ളത്. ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ സോ ഓക്കെ, വീക്ക്ലി അനാലിസിസ് കഴിഞ്ഞ് നമ്മൾ 4 hourലേക്കാണ് മൂവ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഡേ ചാർട്ട് ഒന്ന് നോക്കണം. ഡേ ചാർട്ടിലേക്ക് വരാം. ഓക്കെ, ഡേ ചാർട്ടിലേക്ക് വരാം നിൽക്കട്ടെ. ഡേ ചാർട്ടിലേക്ക് വരാം. സോ അതിന് മുന്നേ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻസ് എല്ലാം ഒന്ന് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. മാക്സിമം സോ നമുക്കൊരു ഇമ്പൾസീവ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 191 ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 184 ആ ഒരു ലെവലിലേക്ക്. ഓക്കെ, സോ അതല്ല, ഇനി മൺഡേയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഈ 220 ഉണ്ടല്ലോ, 220 ലെവൽ, അതിന് മുകളിലോട്ടാണെങ്കിൽ വീണ്ടും ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് 4 hourൽ നിലവിലെ അവസ്ഥ. 4 hourൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ ഏതെങ്കിലും ഉള്ള എവിഡൻസുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. 4 hourൽ വരുമ്പോൾ സെല്ലിംഗ് എവിഡൻസ് പ്രീവിയസ്ലി റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യട്ടെ. ബൈയിങ് എവിഡൻസുകൾ നോ ഇല്ല. ഓക്കെ, സോ ഇനി നമുക്ക് 4 hourൽ ഒരു മരബോസ് ക്യാൻഡിലൊക്കെ വീണ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ സമയത്ത്, അതായത് ഈ W-ലാണ് ഞാൻ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തത്. എനിക്ക് ഇവിടം വരെ മൂവ്മെൻറ്റ് ഉറപ്പായിരുന്നു. അതായത് ഇവിടെ വരെ, ഈ ഒരു ലെവൽ വരെ, 4256 ലെവൽ വരെ. ഓക്കെ, ആ ഒരു ലെവൽ വരെ മൂവ്മെൻറ്റ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാര്യം ഇത് ബ്രേക്ക് ചെയ്തതുകൊണ്ട് 4241. ഓക്കെ, സോ ഡേ ക്യാൻഡിലേക്ക് വരാം. ടുഡേ ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഡെയിലി ക്യാൻഡിലാണ് നമുക്ക് ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ഉള്ളത്. അതാണ് നമ്മൾ പറഞ്ഞത്. ട്യൂസ്ഡേയിൽ പോൾ സ്പീച്ച് ഉണ്ടെന്ന്. ആ പോൾ സ്പീച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മാർക്കറ്റിൽ ഇത്രയും വലിയ ഇടി ഉണ്ടായത്. ഓക്കെ, ഗോൾഡിനെ ക്ലിയർ ബുള്ളിഷ് മൂവിലായിരുന്നു. മൺഡേയിൽ ആ ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. അതായത് നവംബർ ലാസ്റ്റ് വീക്കിൽ ഫ്രൈഡേയിൽ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് എൻഡ് ആയത്. അതിനുശേഷം മൺഡേയിൽ വീണ്ടും ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ട്യൂസ്ഡേയിൽ പോളിൻ്റെ സ്പീച്ച് വരുന്നു മോർണിംഗിൽ 6:30. സോ അതിനുശേഷം അതിൻ്റെ ഇമ്പാക്റ്റ് ഫോളോ ചെയ്യുന്നു. ഓക്കെ, സോ ഈ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഒരു ഫോള് ഉണ്ടായിട്ടില്ല. ദാറ്റ് മീൻസ് ഇനി നെക്സ്റ്റ് ഡേയിൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഒരു ഫോള് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ മൂവ് ബിലോ 163 ലെവൽ, 64 ലെവൽ. ഓക്കെ, gold will moves below 4163 ലെവൽ. ഈ ഒരു ലെവലിൽ താഴേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ കാരണം പറയാം. കാരണം ഫ്രൈഡേയിൽ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് വിത്ത് എ ക്ലിയർ സെല്ലിംഗ് എവിഡൻസോട് കൂടിയാണ്. സോ ദാറ്റ് മീൻസ് ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഒരു ഫോൾ ഇനി വരും. അതായത് മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യും, 4192. സോ 2 ലെവലുകളാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. കണ്ടല്ലോ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവാം. അതോടൊപ്പം തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും ബ്രേക്ക് ചെയ്യും. ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഫോൾ ഉണ്ടായിട്ടില്ല, ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഫോളും വരാനുണ്ട്. സോ ഇതാണ് കണ്ടീഷൻ. ഓക്കെ, പിന്നെ ട്രയാങ്കുലർ മൂവിൽ തന്നെയാണ് നോക്കാം.
സോ ഇതെല്ലാം പിവോട്ട്സ് പിവോട്ട് ലെവലാണ്. ഓക്കെ, ഡിമാൻഡ് ലെവൽ വരുമ്പോൾ നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഒരു ഡിമാൻഡ് ലെവലിലേക്ക് ഫോളോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. 4160 ആ ഒരു ലെവൽ. സോ ഇതാണ് ഡേ ക്യാൻഡിൽ നമുക്ക് തരാനുള്ള അനാലിസിസ്. ഡേ ക്യാൻഡിൽ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ്, അതായത് ട്യൂസ്ഡേയിലും ഫ്രൈഡേയിൽ ക്യാൻഡിൽ എന്തായിരിക്കുന്നത് വിത്ത് എ ക്ലിയർ സെല്ലിംഗ് എവിഡൻസോട് കൂടി തന്നെയാണ്. സോ ദാറ്റ് മീൻസ് മൺഡേയിൽ ഇതിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ഫോൾ ബിലോ എവിടെയാണ് 4160. സോ അതായത് എങ്ങനെ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇങ്ങോട്ടേക്ക് ഫോൾ ചെയ്യുന്നു, 160 ലെവലിലേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് കയറാം, പിന്നെയും താഴാം. ഓക്കെ, ഇതിനുള്ള ചാൻസസ് ആണ് വരുന്നത്. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവിൽ നമുക്ക് ആ ഒരു സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടാവുന്ന ട്രേഡുകൾ പ്ലാൻ ചെയ്ത് എടുത്തിട്ട് ഇറങ്ങുന്നതായിരിക്കും ബുദ്ധി. ഓക്കെ, കാര്യം നമുക്കിവിടെ പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്, ദിസ് വൺ. സോ അത്രയും ഒരു ഫോള് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫോള് വരണമെങ്കിൽ ഇവിടെ വേരിയസ് സപ്പോർട്ട് ലെവലുകളുണ്ട്. ആ സപ്പോർട്ട് ലെവലുകളെല്ലാം ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്താൽ അത് ഈ ഒരു ലെവൽ 3929 ലെവൽ ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിൽ ഈ സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുകയാണ്. ഓക്കെ, സോ അതൊരു ഫണ്ടമെൻ്റൽ ടൈമിൽ ഇനി അപ്കമിങ് ഫണ്ടമെൻ്റലുകൾ ഡേയിൽ അത്രയും മൂവ്മെൻറ്റ് വന്നേക്കാം, ഇതേമാതിരി ഫോളോ ചെയ്തേക്കാം. ഓക്കെ, സോ അതിനുള്ള ചാൻസസ് ഉണ്ട്. സോ നമുക്കെല്ലാം നോക്കാം. അതായത് നമുക്ക് നിലവിലുള്ള മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ്സുകൾ നോക്കണം, റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഇതെല്ലാം നോക്കേണ്ടതുണ്ട്. മോർ ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ എന്നുള്ളത്. കാര്യം എനിക്ക് തോന്നുന്നത് മോർ സെല്ലേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഹെവി ഫോളിൽ സെൽ ട്രേഡുകൾ ചേസ് ചെയ്ത ഒരുപാട് ആൾക്കാർ കാണും. ആ ഫോൾ ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് സെൽ പൊസിഷൻസ് ഓപ്പൺ ആക്കിയവർ. ഓക്കെ, സോ അതാണ് കണ്ടീഷൻസ്. ഡേ ക്യാൻഡിലിൻ്റെ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ സെൽ ഏരിയയിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, സോ 4 അവർ ഓൾറെഡി നമ്മൾ അനാലിസിസ് ചെയ്തു. നമുക്ക് 2 അവർ ഒന്ന് ചെക്ക് ചെയ്യാം. 2 അവറും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 2 അവർ നോക്കാം നമുക്ക്. 2 അവറിലേക്ക് വരുമ്പോഴത്തേക്ക് സോ ഓഡ് ആൻഡ് ഈവൻ അവേഴ്സ് നമ്മൾ നോക്കണം. ഓഡ് അവേഴ്സും ഈവൻ അവേഴ്സും നമ്മൾ നോക്കേണ്ടതുണ്ട്. സോ 2 അവേഴ്സ് നോക്കുമ്പോൾ 2 അവേഴ്സിൽ ദർ ഈസ് നോ സെല്ലിംഗ് എവിഡൻസ് ഒന്നും ഇല്ല. സെല്ലിംഗ് എവിഡൻസ് എന്ന് പറയാൻ ബിയറിഷ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. പ്രീവിയസ്ലി ബുള്ളിഷ് എവിഡൻസ് ഏതെങ്കിലും ഒരു റേഞ്ച് ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ കാണിക്കാം. റേഞ്ച് 2 അവർ ബേസ് ചെയ്തിട്ട് ഒരു റേഞ്ചിലാണ്, ഇന്ന റേഞ്ച്. സോ ആ റേഞ്ച് ലെവൽ ഞാൻ കാണിക്കാം. സോ അതായത് ഫണ്ടമെൻ്റൽസ്, അപ്കമിങ് ഫണ്ടമെൻ്റൽസിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു റേഞ്ച് ലെവലിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ചാൻസും ഉണ്ട്. അതാണ് ആ 160 ലെവലിലേക്ക് ഫോളോ ചെയ്യുന്നു, പിന്നെയും വീണ്ടും മുകളിലോട്ട് വരാനുള്ളത്. ഓക്കെ, സോ ഈ ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവലും കൂടി ഒന്ന് നോക്കാം. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ഓവർസോൾഡ് കണ്ടീഷനിലാണ്. 2 അവറിൽ ഓവർസോൾഡ് കണ്ടീഷനിലാണ്. ദാറ്റ് മീൻസ് റീട്രേസ്മെൻറ്റ് ഉണ്ടാവാം. കുറച്ചും കൂടി ഫോളോ ചെയ്തിട്ട് റീട്രേസ്മെൻറ്റ് ഉണ്ടാവും. ആ റീട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബുള്ളിഷ് മൂവ്മെൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് വൺ തിങ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ 2 അവർ നമ്മൾ നോക്കുമ്പോൾ ബേസ്ഡ് ഓൺ മൈ സ്ട്രാറ്റജി ആൻഡ് VSA ക്ലൈമറ്റിക് ആക്ഷൻ ഇൻ സെൽ, ഗോൾഡിൻ്റെ ക്ലൈമറ്റിക് ആക്ഷൻ സെല്ലിലാണ്. ദാറ്റ് മീൻസ് അതിൽ അൾട്രാ വോളിയം ഹൈ സെൽ ക്യാൻഡിൽസ് ആണ് വീണിരിക്കുന്നത് 2 അവേഴ്സ്. കണ്ടോ, ബാക്കിയുള്ള ടൈം ഫ്രെയിമുകളിലും അങ്ങനെ തന്നെ ആവാനായിരിക്കും ചാൻസ്. നമുക്ക് നോക്കാം.
സോ ഇനി നമുക്ക് 1 അവറിലേക്ക് മാറാം. സോ 1 അവറിലേക്ക് വരുമ്പോൾ 1 അവറിലും അതേമാതിരി ഒരു റേഞ്ച് ലെവല് 1 അവറിലേക്ക് വരുമ്പോൾ അവിടെ ക്ലിയർ സെൽ എവിഡൻസോട് കൂടിയുള്ള ഫോള് കണ്ടിന്യൂഷൻ. ഓക്കെ, കണ്ടോ? സോ 1 അവർ നോക്കുമ്പോൾ ഗോൾഡിൻ്റെ ക്ലൈമറ്റിക് ആക്ഷൻ ഇൻ സെല്ലാണ്. അതായത് ബൈ ഏരിയയിലേക്ക് അത് ഇഴഞ്ഞിഴഞ്ഞ് കയറുകയും സെല്ല് ഏരിയയിലേക്ക് വീഴുന്ന ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ അൾട്രാ വോളിയം ഹൈ ക്യാൻഡിൽസ് ആണ്. ദിസ് വൺ കണ്ടല്ലോ. സോ ദാറ്റ് മീൻസ് അതിൻ്റെ ക്ലൈമറ്റിക് ആക്ഷൻ സെല്ലിൽ തന്നെയാണ്. ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നു, അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഫോളോ ചെയ്തു. പ്രീവിയസ്ലി സെല്ലിംഗ് എവിഡൻസ് വെയിറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. നോക്കട്ടെ. there is no എന്താണ് പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ ഒന്നും തന്നെ ഇല്ല, ഒന്നും തന്നെ വെയിറ്റിംഗ് അല്ല. ഓക്കെ, സോ ഇനി നമുക്ക് സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോഴത്തേക്ക് ഗോൾഡ് 1 അവറിൽ ഓവർ സോൾഡ് കണ്ടീഷൻ 0 ലെവലിലാണ്. ദാറ്റ് മീൻസ് ഇനി അത് എന്ത് ചെയ്യാം, റീട്രേസ് ചെയ്യാം. കുറച്ച് റീട്രേസ് ചെയ്ത് മുകളിലോട്ട് കയറിയതിന് ശേഷം ഈ ഫോള് കണ്ടിന്യൂ ചെയ്യാം ഏഷ്യ സെഷനിൽ മൺഡേയിൽ. ഓക്കെ, ടോക്കിയോ സെഷനിൽ എങ്ങനെയായിരിക്കും മൂവ്മെൻറ്റ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എങ്ങനെയാണെന്നുള്ളതും പറയാൻ പറ്റില്ല. അതിപ്പം പറയണമെങ്കിൽ നമുക്ക് ബാക്കി ഡേറ്റകളെല്ലാം നോക്കണം, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണ് എൻഡായിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് 1 അവർ ബേസ് ചെയ്തിട്ട് തരാൻ പറ്റുന്ന അനാലിസിസ്. ഓക്കെ, ഇനി നമുക്ക് വരുമ്പോൾ 45 മിനിറ്റ് നോക്കുന്നില്ല നമ്മൾ, 30 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ഗോൾഡ് ദാണ്ട നോക്കും. നോ ഡിമാൻഡ് ക്യാൻഡിൽ, ദിസ് ഈസ് എ നോ ഡിമാൻഡ് ക്യാൻഡിൽ. ആ നോ ഡിമാൻഡ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് വീണ്ടും സെല്ല്. ഇത് എവിഡൻസ് ഒന്നുമല്ല, കളയട്ടെ, 1 അവറിൽ എവിഡൻസ് ആയിരുന്നു. സോ 30 മിനിറ്റിൽ എഗെയിൻ എ സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ, സോ അതിനുശേഷം അവിടെ ക്യാൻഡിൽ നല്ല രീതിയിൽ സൂം ചെയ്യട്ടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ വിക്ക് ലോവർ വിക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിന് അപ്പർ വിക്ക് ലോവർ വിക്ക് ഉണ്ട്. സോ മരബോസു ക്യാൻഡിൽ അല്ല. ഓക്കെ, സോ 30 മിനിറ്റിൽ സെല്ലിംഗ് എവിഡൻസ്, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഫോളോ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു ക്യാൻഡിൽ നോ ഡിമാൻഡ് ക്യാൻഡിലായിട്ട് ആക്റ്റ് ആവുകയാണെങ്കിൽ എഗെയിൻ 30 മിനിറ്റിലെ ഫോള് കണ്ടിന്യൂ ചെയ്യും. അതിനുള്ള ചാൻസസ് ഹൈ ആണ്. ഓക്കെ, സോ 30 മിനിറ്റ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യാം. ദിസ് വൺ. ഓക്കെ, സോ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 192 ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ വരിക എന്ന് പറഞ്ഞാൽ 185 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ 175 160 ലെവൽ, ആ ഒരു ലെവലിലേക്ക്. ഓക്കെ, സ്റ്റൊക്കാസ്റ്റിക് ലെവൽ നോക്കുമ്പോൾ അവിടെയും 30 മിനിറ്റിലും ഓവർ സോൾഡ് കണ്ടീഷനിലായതുകൊണ്ട് ഇനി ഇത് മുകളിലോട്ട് പോയിട്ട് എന്തായാലും ഫോളോ ചെയ്യത്തുള്ളൂ. ഓവർ സോൾഡ് കണ്ടീഷനിലാണ്, അതുകൊണ്ട് നമുക്ക് ഷോർട്ട് പൊസിഷൻസ് ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റിയ ഏരിയ അല്ല. നമ്മൾ ഓപ്പൺ ആക്കണമെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ഓപ്പൺ ആക്കണമായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് റീട്രേസ്മെൻറ്റിന് ശേഷം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് പൊസിഷൻസ് ഓപ്പൺ ആക്കാം. ഓക്കെ, സോ ഇനി നമുക്കുള്ളത് നമ്മുടെ ട്രേഡിംഗ് അവറായിട്ടുള്ള ട്രേഡിംഗ് ടൈം ഫ്രെയിം ആയിട്ടുള്ള 15 മിനിറ്റിലാണ് യൂഷ്വലി നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് 15 മിനിറ്റിലാണ്. 15 മിനിറ്റിലേക്ക് വരുമ്പോൾ ദെയർ ഈസ് ന്യൂ സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ, ക്ലിയർ സെല്ലിംഗ് എവിഡൻസ്, അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുന്നു. അതിനുശേഷം ഇത് മേ ബി എ റിട്രേസ്മെൻ്റ് ആകാം. ഞാൻ നോക്കാം, ഇപ്പം തന്നെ പറയാം. അതായത് ഇതെല്ലാം ഒന്ന് ഒഴിവാക്കട്ടെ. ഇത് നമ്മൾ 1 അവറിൽ ഒരു കൺസോൾട്ടേറ്റഡ് മൂവിലാണ് ഗോൾഡ്, അതാണ് മാർക്ക് ചെയ്തത്. ഇത് കളയട്ടെ, ഇത് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും.
ഓക്കെ. സോ 15 മിനിറ്റിലേക്ക് വരാം. 15 മിനിറ്റ് ആണ് നമ്മൾ ഫൈനലായിട്ടുള്ള നമ്മുടെ ടൈം ഫ്രെയിം. 5 മിനിറ്റ് നമ്മൾ അനാലിസിസ് ചെയ്യാറില്ല. ഓക്കെ. 15 മിനിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഗോൾഡ് ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നു, അതിനെ റെസ്പെക്ട് ചെയ്ത് ഫോളോ ചെയ്തു. അതിനുശേഷം ഒരു റീട്രേസ്മെൻറ്റ് അത്രയാണ്. അതായത് ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം റീട്രേസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ബൈയിങ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. നോ ന്യൂ ബൈയിങ് എവിഡൻസ് ഇൻ 15 മിനിറ്റ്. ഓക്കെ. സോ ഇതാണ് നിലവിലെ കണ്ടീഷൻ ഉള്ളത്. സോ നമുക്കൊരു ഇമ്പൾസീവ് ബൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഒരു ലെവലൊക്കെ വരണം. ഇതിന് മേളിലോട്ട് നോക്കിയേ. ഇതിന് മേളിലോട്ടെന്ന് പറഞ്ഞാൽ എന്താ, ക്ലിയർ ബൈ ഏരിയ ആണ്. 4220 മേളിലോട്ട് ക്ലിയർ ബൈ ഏരിയ. അത് ഈസി ആയിട്ട് മാർക്കറ്റ് തരാറില്ല സാധാരണ. നമുക്ക് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഫണ്ടമെൻ്റൽ മൂവ്മെൻറ്റിലോ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഏരിയയാണ് ക്ലിയർ ബൈ ഏരിയ മുകളിലോട്ട്. കണ്ടോ, 4020 മുകളിലോട്ട്. ഓക്കെ. സോ ഇതാണ് 15 മിനിറ്റ് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ അനാലിസിസ്. ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ള ഫണ്ടമെൻ്റലുകൾ എന്തൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം നോക്കാം. ഓക്കെ. അതുകൊണ്ട് നമുക്ക് ഫുള്ള് നമ്മുടെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് ആ ലെവലിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ ഡ്രോയിങ്സുകളെല്ലാം തിരിച്ചെടുക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം മോർണിംഗ് സെഷനിൽ ഒരു മൂവ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടിരുന്നു. അത് പെർഫെക്റ്റ് ആയിട്ട് അത് വർക്കായി. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനിപ്പുലേഷന് ശേഷമാണ് ആ മൂവ്മെൻറ്റ് ഉണ്ടായത്. അതായത് നമ്മൾ മാർക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും, ബട്ട് ടൈം. കാര്യം മാർക്കറ്റ് അത്രത്തോളം മാനിപ്പുലേറ്റഡ് ആണ്. ഓക്കെ. ഡ്രോയിങ്സ് വീണ്ടെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. യെസ്. 30 മിനിറ്റിന് ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ഒരു സെറ്റപ്പ് കഴിഞ്ഞ ദിവസം ഇട്ടത്. നമ്മുടെ ലൈവ് അന്ന് 2 മണിക്ക് നമുക്ക് എൻഡായി. ഓക്കെ. നമ്മൾ ലൈവ് 2 മണിക്ക് എൻഡ് ചെയ്തു. സോ ഇവിടെ വരെയായിരുന്നു നമ്മളെ മൂവ്മെൻറ്റ്. ആക്ച്വലി എന്താണ്, ഇവിടെ ഓൾറെഡി ഷോസ് സെല്ലിംഗ് എവിഡൻസ്. ഇതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഈ ഫോളോ ചെയ്യണ്ടേ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാനിപ്പുലേഷൻ ആയിരുന്നു. ഈ മാനിപ്പുലേഷനിൽ ഒരുപാട് ബയേഴ്സ് ലോസിലാണ്. അതിനുള്ള അതാണ് ഞാൻ കാണിച്ചു തരാം. ബയേഴ്സ് ലോസിലാണെന്ന് പറയാനുള്ള കാരണം, ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, മന്ത്ലി ക്യാൻഡിൽ, ഈ ഒരു മന്ത്ലി ക്യാൻഡിലിൻ്റെ ഈ ഒരു ലെവലിന് മുകളിലുള്ള ഈ ഒരു ലെവലിന് അതായത് 226 മുകളിലുള്ള എല്ലാ ബയേഴ്സും ലോസിലാണ്. ഓക്കെ. ഇനി സെല്ലേഴ്സിലോട്ട് വരുവാണെങ്കിൽ ഇതിനെ ട്രേസ് ചെയ്ത ആൾക്കാർ ഈ ലോവർ വിക്കിൽ ഈ ഒരു ലെവലിൽ ലോസിലാണ്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. അത് നമുക്ക് മറ്റേ നമ്മുടെ ടൂള് പ്രകാരം, അതായത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിൻ്റെ ടൂള് പ്രകാരം നമുക്ക് ആ ഒരു ലെവൽ ഞാൻ ചെക്ക് ചെയ്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം തന്നെ. ഓക്കെ. സോ എനിവേ നമ്മൾ മാർക്ക് ചെയ്തിട്ടത് പെർഫെക്റ്റ് ആയിരുന്നു. ബട്ട് അതെന്ന് വെച്ചാൽ നമ്മൾ ലൈവിലല്ലായിരുന്നു. ലൈവിലായിരുന്നെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, TP1 ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറഞ്ഞതാണ്. സോ ഇറങ്ങിയെങ്കിൽ നമുക്ക് മാക്സിമം മൂവ്മെൻറ്റ് വരുന്നതാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടത്. അപ്പോഴ് രാവിലെ മോർണിംഗിലാണ് നമ്മളിത് മാർക്ക് ചെയ്തത്. അതായത് 2 മണിക്ക് മുന്നേ ഇവിടം വരെ മൂവ്മെൻറ്റ് ഉണ്ടെന്ന്. കാര്യം ഓൾറെഡി എനിക്ക് ഇവിടെ ഈ സെല്ലിംഗ് എവിഡൻസ് കിട്ടി. ഇതിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഫോളാണ് ഗോൾഡിലുണ്ടായത്. ഷുവർ ഫോൾ. കണ്ടോ, 196 ലെവലിൽ താഴേക്ക്, അവിടുന്ന് താഴോട്ട് മാത്രം 192 ലെവൽ വരെ പോയി. അതിനുശേഷം വീണ്ടും റീട്രേസ് ചെയ്തു മേളോട്ട്. ഓക്കെ. അതായത് പ്രീവിയസ്ലി ഇത് ഇട്ടതിന് ശേഷം എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഫോളോ ചെയ്തത്. നമുക്കറിയാം ഇങ്ങനെ വരുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ലൈവിൽ പറഞ്ഞായിരുന്നു NY സെക്ഷനിൽ ഈ ചോരപ്പുഴ ഉണ്ടാവും എന്നുള്ളത്. ഇത്രയും സെല്ല് വരുമെന്നുള്ളത്. കാര്യം വീക്കെൻഡ് ആയിരുന്നു. ഓക്കെ. സോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണത്. ഓക്കെ. എനിവേ അത് കഴിഞ്ഞു. നോക്കാം. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽസുകൾ നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. സോ December 8 മൺഡേയിലേക്ക് വരുമ്പോഴത്തേക്ക് മേജർ മാർക്കറ്റ് അഫക്റ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ മൺഡേയിലില്ല. ദാറ്റ് മീൻസ് മൺഡേയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു റേഞ്ച് ലെവലിലായിരിക്കും ഗോൾഡ് നമുക്ക് പറയാൻ പറ്റുന്ന അന്നൊരു റേഞ്ച് ലെവൽ മൂവ്മെൻ്റ് ആയിരിക്കാം. ഓക്കെ. സോ അതിനുശേഷം ട്യൂസ്ഡേയിലേക്ക് വരുമ്പോൾ
this is major fundamental. Okay, ജോബ് ഓപ്പണിങ്, ജോബ് ഓപ്പണിങ് മേജർ ഫണ്ടമെൻ്റൽ തന്നെയാണ്. സോ NY സെക്ഷനിൽ അന്ന് ഫണ്ടമെൻ്റൽ ഉണ്ട്. ഓക്കെ, സോ ട്യൂസ്ഡേ അതുകൊണ്ട് കെയർഫുൾ ആവണം. നമുക്ക് എന്തായാലും അതിൻ്റെ ഷോർട്ട് വീഡിയോ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും. വെനസ്ഡേയിലേക്ക് വരുമ്പോൾ വെനസ്ഡേയിലും മാർക്കറ്റ് അഫക്റ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ഉണ്ട്. ഓക്കെ, സോ അന്നൊരു API വീക്ക്ലി സ്റ്റാറ്റിസ്റ്റിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുന്നുണ്ട്, അതായത് 3 AM. അപ്പോൾ അത് മേ ബി ഏഷ്യ സെഷനിൽ അതിൻ്റെ ഒരു അഫക്റ്റ് ഉണ്ടാവും അന്നത്തെ ദിവസം. പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ നോക്കാം. ഇതിൽ മേജർ എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരിക്കാം, അത് നിങ്ങൾ നോക്കിയാൽ മതി. തേഴ്സ്ഡേ ഇമ്പോർട്ടൻ്റ് ആണ്. തേഴ്സ്ഡേയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം ഉണ്ട്. സോ അത് മേജർ ഫണ്ടമെൻ്റൽ തന്നെയാണ് തേഴ്സ്ഡേ. സോ നെക്സ്റ്റ് വീക്കിൽ ഫണ്ടമെൻ്റലുകൾ കുറേ ഉണ്ട്. അന്നത്തെ ദിവസം, അതായത് തേഴ്സ്ഡേ മീൻസ് വെനസ്ഡേ നൈറ്റ് നമുക്ക് അന്ന് ലൈവ് ചെയ്യാം. ഫെഡറൽ ഫണ്ട് റേറ്റ്, ഓക്കെ, ഫെഡ് റേറ്റിൻ്റെ ഡിസിഷൻ വരുന്നുണ്ട് തേഴ്സ്ഡേ മോർണിംഗ്, അതായത് വെനസ്ഡേ നൈറ്റ്. അന്ന് 12:30-ക്കാണ്. അന്ന് നമുക്ക് പറ്റുമെങ്കിൽ ആ സമയത്ത് നമുക്ക് ലൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല വോളറ്റാലിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു സമയം. ഈ 3 സംഭവം കൊണ്ടല്ലോ, അതായത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെനസ്ഡേ നൈറ്റ് ആണ്. ദാറ്റ് മീൻസ് തേഴ്സ്ഡേ മോർണിംഗ് ആണ് 12:30 AM. ഓക്കെ, സോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആണ്. ഫ്രൈഡേയിലേക്ക് വരുമ്പോൾ ഫ്രൈഡേയിൽ വലിയ മേജർ ഇമ്പാക്റ്റിംഗ് ഡേറ്റകളൊന്നുമില്ല. ഓക്കെ, സോ അപ്പോൾ മൺഡേയും ഫ്രൈഡേ ഒരു ശാന്തമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നല്ല ഹെവി ഫണ്ടമെൻ്റൽ ഉണ്ട്. അപ്പം തേഴ്സ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ വീണ്ടും ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന ഡേ ആണ് തേഴ്സ്ഡേ. കാര്യം തേഴ്സ്ഡേ അല്ല, വെനസ്ഡേ നൈറ്റ് 12:30 ഫെഡ് റേറ്റ് വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ആണ്. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കാം. മാർക്കറ്റ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ചെക്ക് ചെയ്യാം. സോ എല്ലാ വീക്കിലും നമ്മൾ നോക്കാറുണ്ട്. അത് ക്വാർട്ടർ റിപ്പോർട്ട് റിലീസ് ആയിട്ടുണ്ടെങ്കിൽ അത് നോക്കാം. ലോഡവിടെ കുറച്ച് സമയം വേണം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്ഥിരം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുന്ന ടൂളിലൊന്ന് നോക്കാം. മാർക്കറ്റ് ലാസ്റ്റ് എൻ്റെ അത് നമുക്കറിയാൻ പറ്റും. സോ മാർക്കറ്റിൽ എന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ബയേഴ്സ് ഓപ്പൺ ബൈ പൊസിഷൻ ആണ് 74.29%. സെല്ലേഴ്സ് നോക്ക് 25.71%. വളരെ ചെറിയ ലെവലിലാണുള്ളത്. ദാറ്റ് മീൻസ് ഈ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും ഫോളോ ചെയ്യാനാണ് ചാൻസ്. ഓക്കെ, സോ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ആണ് അറിയേണ്ടത്. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ലോഡ് ആവട്ടെ. എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഇൻ്റർനെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് സെറ്റായി വരുന്നുണ്ട്. നോക്കട്ടെ, ലോഡാവട്ടെ. സോ ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ചോദിക്കാണ്ടോ ചോദിച്ചോണം. ഓക്കെ,
സോ ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ലെവൽ വെച്ചിട്ടാണ് പറഞ്ഞത്. ഗോൾഡ് എടുക്കട്ടെ. ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം ബയേഴ്സ് സെല്ലേഴ്സ് എന്താണ് ലോസിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ക്യാൻഡിൽ എടുത്ത് വെച്ചിട്ട്, മന്ത്ലി ക്യാൻഡിൽ. സോ ഈ 4000 ഈ ഒരു ലെവൽ കണ്ടോ, ഈ ഒരു ലെവലിലൊക്കെ എന്ന് പറഞ്ഞാൽ മോർ സെല്ലേഴ്സാണ്. 61, അതായത് ആ സെൽ ക്യാൻഡിലിനെ ട്രേസ് ചെയ്ത് മോർ സെല്ലേഴ്സ് ഓപ്പൺ സെൽ പൊസിഷൻ ആണ് ഈ ഒരു ലെവല് കണ്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ക്യാൻഡിലിൻ്റെ അപ്പർ വിക്ക് ലോവർ വിക്ക് വെച്ചിട്ട് നമ്മൾ എത്ര സെല്ലേഴ്സും ബയേഴ്സും ലോസിലാന്ന് പറഞ്ഞത്. റീറ്റെയിൽ സെന്റിമെന്റ്സ് നോക്കുമ്പോൾ മാർക്കറ്റിൽ റീറ്റെയിൽ സെന്റിമെന്റ്സ് ഗോൾഡിൽ 93.72% ഓഫ് ബയേഴ്സ് ഓപ്പൺ ബൈ പൊസിഷൻസ് ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ ഒരു സെന്റിമെന്റ്സ് വെച്ചിട്ടാണെങ്കിൽ ഗോൾഡിൽ ഇനിയും ഫോളോ വരും ബേസ്ഡ് ഓൺ ദിസ് മാർക്കറ്റ് സെന്റിമെന്റ്സ്. ഓക്കെ, ഗോൾഡിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഗോൾഡിലെ മാർക്കറ്റ് സെന്റിമെന്റ്സ് ഇത്രയാണ്. 93.72% ബയേഴ്സ് ഓപ്പൺ ബൈ പൊസിഷൻസ് ആണ്. റീറ്റെയിൽ സെന്റിമെന്റ്സിൽ ബയേഴ്സ് ആണ് കൂടുതൽ, സെല്ലേഴ്സ് കുറവാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇനി ഫോളോ ചെയ്യാനാണ് ചാൻസ്. ഓക്കെ, സോ പുട്ട് ആൻഡ് കോൾ റേഷ്യോ ഒന്ന് ചെക്ക് ചെയ്യാം. ഗോൾഡിൻ്റെ പുട്ട് ആൻഡ് കോൾ റേഷ്യോ നോക്കുമ്പോഴത്തേക്ക് എക്സ്ട്രീം ഗ്രീഡിലാണ്. ദാറ്റ് മീൻസ് ഇനി ഇത് ഇവിടുന്ന് തിരിച്ച് മുകളിലോട്ട് കയറാനാണ് ചാൻസ്. ഓക്കെ, സോ ബിലോ ദിസ് ലെവലാണ്. ദാറ്റ് മീൻസ് എക്സ്ട്രീം ഗ്രീഡ് ലെവലാണ്. ദാറ്റ് മീൻസ് ഇനി മുകളിലോട്ട് കയറാനാണ് ചാൻസ് തിരിച്ച്. അതായത് ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഏരിയയിലേക്ക് വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസാണ് പുട്ട് ആൻഡ് കോൾ റേഷ്യോ ബേസ് ചെയ്തിട്ട് കാണിക്കുന്നത്. BTC ഗോൾഡ് റേഷ്യോ കൂടി നോക്കാം. BTC ഗോൾഡ് റേഷ്യോയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഈ ഗോൾഡ് ഫോൾ ആണ് അത് കാരണം. ഓക്കെ, ഒരു മൂവ്മെൻറ്റിൽ ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഓൾ ഓവർ ഗോൾഡിൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് തരാനുള്ളത്. ഓക്കെ, എനിവേ, സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വിത്തിൻ 3 minutes നമ്മളിത് ക്ലോസ് ചെയ്യും. ഓക്കെ, സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു വീക്കിലേക്കുള്ള ഗോൾഡ് അനാലിസിസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗോൾഡ് നമ്മൾ കണ്ട് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സിൽ എന്താണെന്ന് വെച്ചാൽ അവസ്ഥ മോർ ബയേഴ്സ് ആണുള്ളത്. ഓക്കെ, റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സിൽ ഗോൾഡ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഇതാണ് അവസ്ഥ. 93.72% ബയേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഡേറ്റയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ എനിത്തിങ് റിലേറ്റഡ് ടു ദിസ് ചോദിക്കാം.
സോ 30 മിനിറ്റിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത്. കാര്യം ഓൾറെഡി ഒരു സെല്ലിംഗ് എവിഡൻസ് തന്നെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഫോള്. ഇനി 30 മിനിറ്റിലോട്ട് വരുമ്പോൾ ബൈയിങ് എവിഡൻസ് എന്തെങ്കിലും വെയിറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെയില്ല. ബട്ട് ചെറിയ ടൈം ഫ്രെയിം ഉണ്ടല്ലോ 5 മിനിറ്റ്, അതിൽ കുറേ റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെയുള്ള ബുള്ളിഷ് എവിഡൻസുകൾ കിടപ്പുണ്ട്. അതായത് ചെറിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാൻ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കട്ടെ എവിടെയൊക്കെയാണെന്നുള്ളത്. ദിസ് വൺ, ഈ ഒരു ബൈയിങ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. സോ കണ്ടോ, ഈ ഒരു എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇനി 5 മിനിറ്റിൽ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് വിത്ത് ബുള്ളിഷ് എവിഡൻസോട് കൂടിയാണ്. കണ്ടോ, അപ്പം 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാര്യം ഒരു ഓവർ ബ്രോഡ് കണ്ടീഷനിലേക്കാണ്. ഓക്കെ, അവിടെ നിന്ന് ഫോളോ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് വിൽ മൂവ് ടു ദിസ് ലെവൽ. 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട് 5 മിനിറ്റിലാണ് ഇങ്ങനെയുള്ള കുറേ എവിഡൻസുകളുള്ളത്. ഞാനത് അന്ന് ലൈവ് നൈറ്റിൽ ഞാൻ പേഴ്സണലി ഞാനിത് നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിതെല്ലാം അറിയാവുന്നത്. ഓക്കെ, സെക്കൻഡോ 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണ്. 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഓക്കെ. ബട്ട് അതൊക്കെ ഒരുപാട് സമയം എടുക്കും. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലൈവ് സെക്ഷൻ ഇപ്പം എൻഡ് ചെയ്യുകയാണ്. ഇന്നത്തെ ഗോൾഡ് വീക്ക്ലി അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ ഗോൾഡ് 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസാണ് ഞാൻ മാർക്ക് ചെയ്തത്. അതായത് ഇത് സമയം എടുക്കാം. അതായത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ വെച്ചിട്ട് പ്ലാൻ ചെയ്താൽ മതി. കാര്യം ഓൾറെഡി ഇവിടെ ഒരു ബൈയിങ് എവിഡൻസ് ഉണ്ട്. ആ ബൈയിങ് എവിഡൻസിനെ റെസ്പെക്ട് ചെയ്ത് അത് മുകളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തത്. ഓക്കെ, 5 മിനിറ്റിൽ ചെറിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യാം. ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടി ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത്, ബട്ട് അത് സമയമെടുക്കും. ആ ഒരു മൂവ്മെൻറ്റിന് സമയമെടുക്കും. ഓക്കെ, സോ ഓക്കെ, നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഗോൾഡ് അനാലിസിസ് ലൈവ് എൻഡ് ചെയ്യുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സോ മൺഡേയിൽ നമുക്ക് ലൈവ് ചെയ്യാം. ഓക്കെ.